പ്രാർത്ഥിക്കുക. കർത്താവേ, എല്ലാവർക്കും അഭയം കൊടുക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. അപ്പൊ നിങ്ങൾ വേറൊരു സംഭവം ചെയ്യണം. ഇതിൻ്റെ അകത്ത് കാപട്യം ഉണ്ടെന്ന് കർത്താവിന് തോന്നരുത്. അതായത് നമ്മളുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കത്തില്ല, എന്നിട്ട് പോയി ആശുപത്രിയിൽ പോയി പരദേശികളോട് സംസാരിക്കും. അത് കാപട്യമാണ്. നമ്മുടെ വീട്ടിലുള്ള ചിലപ്പോൾ നമ്മുടെ തല ഞൊട്ടിക്കൊണ്ട് പോകുന്ന പാർട്ടിക്കാർക്ക് വീട്ടിലുള്ളത് തല ഞൊട്ടിക്കൊണ്ട് പോകുന്ന പാർട്ടിയായാലും നമ്മൾ അവരോട് സംസാരിക്കണം എന്ത് വകുപ്പിലാണ്? കർത്താവിനോടുള്ള സ്നേഹത്തിലാണ്. അപ്പം നിങ്ങൾ വീട്ടിലുള്ളവരോട് സംസാരിക്കത്തില്ല, സ്വന്തം ഭർത്താവിനോട് പോലും സംസാരിക്കത്തില്ല. എന്നിട്ട് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് വല്ല ആശുപത്രിയിലും പോയി ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾ അവിടുത്തെ ചവിട്ടി ഓടിക്കും. വേണമെങ്കിൽ എന്താ വെച്ചാൽ കള്ളത്തരമല്ല കയ്യിരിക്കണത്. കള്ളത്തരമൊക്കെ ആദ്യം വീട്ടിൽ സെറ്റാക്കണം. ആദ്യം നമ്മുടെ റിലേഷൻസും വീടുകളിലും സെറ്റാക്കി. നമുക്കെപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടെ പറഞ്ഞ് മനസ്സിലാക്കി തരും. നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള എല്ലാ വിഷയവും നഷ്ടത്തിലെ കലാശിക്കത്തുള്ളൂ. എനിക്ക് തോന്നിയിട്ടില്ല ലാഭം ഉണ്ടാകുമെന്ന്. ക്രിസ്തുവിന് നഷ്ടമാണ് ഉണ്ടായത്, പിന്നെ നമുക്ക് ലാഭം ഉണ്ടാണ്. ക്രിസ്തുവായിട്ടുള്ള എല്ലാ ഏർപ്പാടും ഒന്നെങ്കിൽ തോൽവി. നിങ്ങളുടെ തോൽവിയിൽ ക്രിസ്തുവിൻ്റെ നിഴലുണ്ട്. ഈ നോട്ടൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ അശോകചക്രമൊക്കെ കാണത്തില്ലേ? അതാണ് എൻ്റെ സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയണത്. നിങ്ങളുടെ തോൽവി ചില ആൾക്കാരോട് ഒരിക്കലും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. കാര്യം അവർ പറയണത് ആനമണ്ടത്തരമാണെങ്കിലും നമ്മളെ ഉപദ്രവിച്ചതാണെങ്കിലും അവരതിനെ രാഷ്ട്രീയമായിട്ടൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണ സംസാരത്തെക്കാൾ ഉപരി ഒത്തിരി പല ചുറ്റുപാടുകളും വള്ളിക്കെട്ടുകളുള്ള സംഭവമാണ്. അപ്പോൾ ഈ വള്ളിക്കെട്ടുകൾ ഉള്ള രാഷ്ട്രീയ സംസാരമായിരിക്കും മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മളോട് ഇവർ കാഞ്ഞ പുള്ളിയാണല്ലോ എന്ന് പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെയാണ്. നല്ല വള്ളിക്കെട്ടുള്ള ആൾക്കാരാണ്. ഒരു സാധനം ഗേറ്റ് തുറന്ന് കിടന്നാൽ പോലും അവർ പുറകെ കൂടി വന്നിട്ട് അവർ ചാടി കയറത്തുള്ളതിൻ്റെ അകത്ത്. അവരുടെ സ്വഭാവം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരുടെ നന്മയും തിന്മയും നോക്കിയിട്ട് നമുക്ക് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ക്രിസ്തുവിനെ മുൻനിർത്തിയാണ് അവരുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ചിലപ്പോൾ അവിടെ തോറ്റു കൊടുക്കേണ്ടി വരും. ക്രിസ്തുവിനെ പ്രതിയുള്ള പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ, കുറേ നഷ്ടങ്ങൾ, ഇതെല്ലാമാണ് ഇതിൻ്റെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സെക്യൂരിറ്റി ത്രെഡെന്ന് പറഞ്ഞത്. നൂലില്ലേ, നോട്ടിൻ്റെ ത്രെഡ് അല്ലേ, ഒരു നൂലെന്ന് പറയും. നമ്മൾ നോട്ട് നോക്കുമ്പോൾ ഒരു കറുത്ത വര കാണത്തില്ലേ, അത് സെക്യൂരിറ്റി ത്രെഡ്. അതുപോലെ നമ്മളുടെ ജീവിതം ദൈവം നോക്കുമ്പോൾ കർത്താവിന് വേണ്ടി സഹിച്ചതിൻ്റെയും നഷ്ടപ്പെട്ടതിൻ്റെയും തോറ്റു കൊടുത്തതിൻ്റെയും ഒരടയാളം ഇതിൻ്റെ അകത്ത് കാണണം. അതാണ് കർത്താവിൻ്റെ ആളാണ്, ഇത് കള്ളനോട്ടല്ല, കള്ളനാണയമല്ല എന്ന് തോന്നുന്നത്. ദൈവത്തിന് വേണ്ടി സഹിച്ച മുദ്രകൾ, ജലമുദ്രകൾ, വാട്ടർമാർക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാകണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ മഹോത്സവത്തിലേക്ക് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതം നോക്കി ക്രിസ്തുവിനോട് കൂടെ പിതാവിന്റെ ഇഷ്ടപ്രകാരം തോറ്റുകൊടുത്തതിന്റെയും ചവിട്ടി താത്തപ്പെട്ടതിന്റെയും എളിമപ്പെട്ടതിന്റെയും കർത്താവേ ജലമുദ്രകളെ ഞങ്ങൾക്ക് സ്വത്തവകാശമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്ന ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ലേഡിയുടെ ഒരു പ്രശ്നം എന്താണ്? അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഉടമ്പടി മുടങ്ങിപ്പോണ്. അപ്പോൾ അവർ മാതാവുമായിട്ട് ഒരു ഡിസ്കഷൻ വെച്ചു. ഒറ്റക്കിരുന്ന് മാതാവുമായിട്ട് സംസാരിക്കാം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് അമ്മയുമായി സംസാരിച്ചതിൻ്റെ സാക്ഷ്യം കേട്ടായിരുന്നു. ആൾക്കാർക്ക് അത് സാധിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അമ്മയുമായിട്ട് ഇപ്പം നിങ്ങളവർക്ക് അമ്മ കേൾക്കുന്നില്ലെന്ന്, പക്ഷേ ഫലങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സംസാരിച്ചതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞില്ല അമ്മ കേട്ടെന്ന്. ഭയങ്കര കേൾവിയാണ്. നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അടുത്തിരിക്കും. നമ്മളോട് അപ്പയും കൂടെ സംസാരിക്കത്തില്ല, പക്ഷേ നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ ഇതെല്ലാം കേട്ടതിൻ്റെയും മറുപടി പറഞ്ഞതിൻ്റെയും അടയാളം കാണും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ.
എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ല എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. അപ്പോൾ ഇവർ തമ്മിലൊരു ഡിസ്കഷൻ നടത്തി. എന്നിട്ട് രശ്മി തോമസ് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ജോലി രാജിവെക്കുകയാണ്, എനിക്ക് ഉടമ്പടി മതി എന്ന് പറഞ്ഞു. ഉടമ്പടിയും ജോലിയും കൊണ്ട് പോക്കാൻ പറ്റണില്ല. അപ്പം അതുകൊണ്ട് ഇവരെന്ത് ചെയ്ത് ഉടമ്പടി ജീവിതം, നമ്മളീ പറഞ്ഞ പോലെ ഉടമ്പടി, നിങ്ങൾക്ക് ഉടമ്പടി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുക, അല്ലെങ്കിൽ പച്ചത്തിരി കത്തിക്കുക, നീലക്കത്തിരി കത്തിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും രണ്ട് പത്രം കൊടുക്കുക. അതാണ്. അങ്ങനെ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് ഉടമ്പടി ജീവിതമാണ്. അതാണ് വ്യത്യാസം. ജീവിതമായതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ അകത്ത് കൺവിൻസ്ഡാണ്. നല്ല ആന്തരിക അഭിഷേകം, ഉടമ്പടി ഒരു ജീവിതം പോലെ കിട്ടിയ ആരാ. അതിന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഭർത്താവിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ 2 മക്കളുണ്ട്. 2 മക്കൾക്കും പ്രൈവറ്റ് ഉടമ്പടി ഉണ്ട്. ഒന്നിച്ചേക്ക് ഒരു വീട്ടിൽ 4 ഉടമ്പടി. ഞാൻ ആദ്യം ഓർത്തതേ ഈ ആൾക്കാർക്ക് പൈസയൊക്കെ ചിലവല്ലേ, അതുകൊണ്ട് ഒറ്റ ഉടമ്പടി മതിയെന്നാണ്, ഒരു കുടുംബത്തിന് ഒരു ഉടമ്പടി മതിയെന്നാണ് ചിന്തിച്ചത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കണത്. പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. അവർക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. പൈസ ഇല്ലാത്തവർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ എന്താ പ്രശ്നം, ഇങ്ങോട്ട് ഉടമ്പടിക്കല്ല പൈസ വരുന്നത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരണ്ടേ. യാത്ര ഒരു ദിവസത്തെ ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വരണം, തിരിച്ചു പോകണം. ദിവസത്തിന് ഉടമ്പെടുക്കാൻ വേണ്ടി കുറേ തടസ്സങ്ങളുണ്ട്. ഇവർ ഒമാനിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ഉടമ്പെടുക്കാൻ പറ്റുന്നില്ല. ഒമാനിൽ തന്നെ ഇവരിങ്ങനെ ഈ കുർബാന ഇല്ലാത്ത സമയത്തൊക്കെ അഖണ്ഡജപമാല ചൊല്ലി ദൈവമായിട്ട് ബന്ധമായി കഴിഞ്ഞപ്പോൾ ദൈവം ഇവർക്ക് ഒരു പാട്ട് കൊടുക്കും. ഇവർക്ക് കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. വെറുതെ ആരോ പറഞ്ഞ് കേട്ടിട്ട് ഇവർ തന്നെത്താൻ ഉള്ളിലൊരു പാട്ട് വരും ഇവരുടെ ഉള്ളിൽ. എന്താണ്? കൃപാസനത്തിൽ വരണമേ, എന്നെ കൊണ്ടുവരണമേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ടൊരു പാട്ട് പാടും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് ഇത് കൃപാസനത്തെക്കുറിച്ചല്ല ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അമ്മ കൃപാസനത്തിലോട്ട് ഇവരെ വിളിക്കുകയാണെന്ന്. ഇവർ കൃപാസനത്തെക്കുറിച്ച് ആരുടെ ഇവരോട് പറഞ്ഞിട്ടില്ല. ഇവരെവിടെയോ ഒരു നോളക്ഷം കിടപ്പുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഇവർക്കൊരു പാട്ട് വരികയാണ്. മാതാവ് വിളിക്കുന്ന പാട്ടിലൂടെ ഇവരെ കൃപാസനത്തിലോട്ട് അമ്മ വിളിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിലൊരു പ്രശ്നം 27 കൊല്ലമായിട്ടുള്ള നടുവേദനയാണ്. നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റാത്ത നടുവേദനയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ ആലപ്പുഴ വന്നിട്ടില്ല. ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ കുറേ പ്രോബ്ലംസാണ് ഇവർക്ക് വരണത്. ആദ്യം ഇവർ ആലപ്പുഴ വന്നിട്ടില്ല. രണ്ടാമത്തെ കേസിൽ ബസ്സിൽ വന്ന് ഛർദ്ദിക്കും. അങ്ങനെ കുറേ നെഗറ്റീവ് കാര്യങ്ങളാണ് വരണത്. ഈ എപ്പോഴും നമ്മൾ ഓർക്കണം, നിങ്ങൾ രക്ഷപ്പെടുമെങ്കിൽ ആദ്യം കുറേ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരണത്. അതിനെ എല്ലാത്തിനെയും നിങ്ങളെ ദൈവസ്നേഹത്തോടെ അതിജീവിക്കണം. വന്നത് വരുന്നിടത്ത് വെച്ച് ദൈവം കണ്ടോളൂ എന്ന് വിചാരിക്കണം. വരുന്നിടത്ത് വെച്ച് എൻ്റെ നടുവേദന ഉണ്ട് എനിക്ക്, ഞാൻ ആലപ്പുഴ വന്നിട്ടില്ല, പിന്നെ എപ്പോഴും ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പുതുക്കാൻ പറ്റുമല്ല, പിന്നെ ഇതിനെ ഉടമ്പടി എടുക്കണം. അപ്പോൾ എല്ലാം നെഗറ്റീവാണ് ഇവർക്ക് വരണത്. പക്ഷേ ഇവർ ഒരു ടൈമിൽ എവിടെയോ വെച്ച് നെഗറ്റീവ്സിനെ എല്ലാത്തിനെയും ഇവർ ക്യാൻസലാക്കും. വരുന്നിടത്ത് വെച്ച് ദൈവം കാണട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തെങ്കിലും ഈ ഒരു പ്രശ്നം വെച്ചാൽ ഉടമ്പടി നമ്മൾ എടുത്താലും അടിമനസ്സിലെ അവിശ്വാസമൊന്നും പറഞ്ഞ് ഇന്നലെ കുർബാനയ്ക്ക് കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു. ഈ ഉടമ്പടി എടുത്താലും നമുക്ക് അവിശ്വാസം മാറണമെന്ന് നിർബന്ധമില്ല. അത് നമ്മളെപ്പോലും അറിയത്തില്ല. ഈ പാലിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ദിവസം 3 ദിവസം ഇരിക്കുന്ന പാലിൻ്റെ അകത്ത് അത് നമുക്കറിയാമല്ലോ, തൈരായെന്ന് നമുക്കറിയാമല്ലോ. 3 ദിവസം ഇരിക്കുമ്പോൾ പാല് തൈരായെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ തൈരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഫംഗസും പുഴുക്കളും ഉണ്ടാകും, ഉറപ്പല്ലേ? പക്ഷെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ? അതുപോലെ തൈരിൻ്റെ അകത്ത് പുഴു ഇരിക്കണ പോലെ നോക്കിയാൽ കാണാത്ത വെള്ളപ്പുഴുക്കൾ. നമ്മൾ ഉടമ്പടി എടുത്താൽ അവിശ്വാസത്തിൻ്റെ പുഴുക്കളുണ്ടാകും. നമ്മൾ ഉടമ്പടി എടുത്തു, കഷ്ടപ്പെട്ടു, കുറേ കാശും മുടക്കി, കുറേ പരിപാടിയൊക്കെ പത്രം കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്താലും ഈ അവിശ്വാസം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ അന്തരാത്മാവിൽ അറിയപ്പെടാത്ത അവിശ്വാസം ഉണ്ടാകും. ഇത് കാര്യം ഇവരാണെങ്കിൽ ഒരുമാതിരിപ്പെട്ടൊക്കെ ഇവിടെ കണ്ണിൽ പിടിക്കും. കാര്യം ഇവർ ഉപയോഗിക്കുന്ന മെഷീനറിയൊക്കെ ഇടിപെട്ട മെഷീനറിയാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ ഭൂലോക ഉഴപ്പികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഭൂലോകം അവർ ഇന്ന് വരെ ഇതിൻ്റെ മസ്റ്റാണ്. നിങ്ങൾ ഉടമ്പടി പ്രഖ്യാപനം ചെയ്യുമ്പോൾ അതിനകത്ത് മസ്റ്റാണ് ഈ ആദ്യ ചൊവ്വാഴ്ച ധ്യാനം നിങ്ങളെ എപ്പോഴെങ്കിലും കൂടിയിരിക്കണമെന്ന്, ആ ആഴ്ച തന്നെ കൂടണമെന്നുള്ളത് നിങ്ങൾ ദൈവദൃസന്നിധിയിൽ പറഞ്ഞിരിക്കണ ഇതാണ്. പല ആൾക്കാർക്കും ഉടമ്പടിയിൽ അടയാളം കിട്ടില്ല എന്നൊരു കാര്യമില്ല. അവർ ആദ്യം മുടക്കണത് ആദ്യ ചൊവ്വാഴ്ച ധ്യാനമായിരിക്കും. ആദ്യ ചൊവ്വാഴ്ച ധ്യാനം മുടക്കിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? ഈ ഉടമ്പടിയിലൂടെ ഞാൻ എൻ്റെ ജനതകളിലൂടെ വാഗ്ദാന പേടകത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എൻ്റെ ജനങ്ങളോട് സംസാരിക്കും.
ആ വാഗ്ദാന പേടകത്തിൽ അടിസ്ഥിതമായ ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉടമ്പടി ആധാരങ്ങളും എല്ലാം അഭിഷേക വചനം നൽകുന്നത് ഈ ആദ്യ വാഴ്ച ആരാധനയ്ക്കാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ എൻ്റെ ജനങ്ങളോട് ഉടമ്പടി ഫലകത്തിന്റെ മുകളിലൂടെ പേടകത്തിന്റെ മുകളിലൂടെ സംസാരിക്കും. പുറപ്പാട് 25:22. പുറപ്പാട് 25:22. അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യ പേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിന് വേണ്ടിയുള്ള എന്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. അപ്പോൾ പുറപ്പാട് 25-22 ഈ ആദ്യ ചൊവ്വാഴ്ച ധ്യാനം എന്ന് പറയുന്നത്. അത് ആ കെരൂബുകളുടെ ഇടയിലുള്ള സ്ഥലത്താണ് ദൈവത്തിൻ്റെ വസിപ്പ്. ആ ദൈവത്തിൻ്റെ വാഗ്ദാനപടത്തെ കുറിച്ചാണ് ഞാൻ പറയണത്. ആ വസിപ്പിലൂടെ എല്ലാ ശനിയാഴ്ചകളിലും ദൈവം ജനങ്ങളോട് സംസാരിക്കും. മോസസിനോട് കൂടാരത്തിൽ സംസാരിക്കും. അപ്പോൾ സംസാരം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഉടമ്പടി ജീവിതമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലൈവായിട്ട് ഇത് ഇട്ടിട്ട് തരണത്? ഇത് നിങ്ങൾ കേൾക്കാനും ഓരോ സമയത്ത് അപ്ഡേഷൻ പ്രാപിക്കാനും വേണ്ടിയാണ്. പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് അച്ഛൻ വീണ്ടും പറയാത്തത്? അതൊരിക്കൽ പറഞ്ഞതാണ്. ഒരിക്കൽ പറഞ്ഞ പുതിയ പുതിയ കാര്യം കർത്താവ് വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ് പഴയ കാര്യങ്ങൾ പറയാൻ പറ്റാതെ വരണത്. പഴയ കാര്യങ്ങൾ അറിയണമെങ്കിൽ പഴയ ധ്യാനങ്ങൾ കൂടണം. നിങ്ങൾ കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ധ്യാനം പ്രധാനപ്പെട്ടതാണ് ഇതിനകത്ത്. അപ്പോൾ ഇവർ രശ്മി തോമസ് ധ്യാനം കൂടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവർ ടി വിയിലേക്ക് ഇത് കണക്ട് ചെയ്തതിന് ശേഷം വാതിലെല്ലാം അടച്ചിട്ട് അവർ പറയുന്നത് ഞാൻ പള്ളിയിൽ പോയാൽ എങ്ങനെയാണ് ധ്യാനം കൂടുന്നത്, അതുപോലെ ഒറ്റ സ്ട്രെച്ചിനാണ് ഈ സംഭവം കൂടുന്നത്. ഞാൻ ഈ ആദ്യവാച ധ്യാനം മുറി അടച്ചിട്ട് ടി വിയിലോട്ട് കണക്ട് ചെയ്ത് നമ്മൾ തലയിൽ തുണി വിരിച്ച് നമ്മുടെ ശിരസ് നാട വിരിച്ചിട്ടിട്ട് പ്രാർത്ഥനാപൂർവ്വം അവിടെ ഇരിക്കണത്. അവിടെ ഇരുന്നിട്ട് ആ ധ്യാനം കർത്താവ് എന്താണ് ഈ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞത്, അങ്ങനെ ശ്രദ്ധയോടെയാണ് അവരെ ചെയ്യണത്. അപ്പോൾ ഇതാണ് വിഷയത്തിൽ ഇവരുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയണത്, ഇവരുടെ വിശ്വാസത്തിൽ ദൈവത്തിന് അവിശ്വാസമില്ല. അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയണത്. നമ്മുടെ വിശ്വാസത്തിൽ, എന്നാലും ഇവരുടെ വിശ്വാസത്തിൽ ദൈവത്തിന് അവിശ്വാസം ഇല്ലെങ്കിലും 1-2 ബാക്ടീരിയ അവിശ്വാസത്തിൻ്റെത് അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിനെ കർത്താവ് കാണിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഒരു വിഷയം എങ്ങനെ അറിയാമോ? ഈ ആഫ്രിക്കൻ പായലെന്ന് പറഞ്ഞ സംഭവമില്ലേ അല്ലേ? ഞാൻ ഒരിക്കൽ ആലപ്പുഴ സൈഡിലൂടെ പോയപ്പോൾ അവിടെ ഒരു JCB പോലെ വെള്ളത്തിൽ ഇറക്കി പണി ചെയ്യണ ഒരു JCB ഉണ്ട്. അതുപോലെ ഒരു സാധനം വെച്ചുകൊണ്ട് ആലപ്പുഴ തോട്ടിലെ പായൽ വാരുകയാണ്. അപ്പോൾ എനിക്ക് ചിരി വന്ന്. കാര്യം ഞാൻ 50 കൊല്ലമായി ആലപ്പുഴ വന്നിട്ട്. ആലപ്പുഴ നമ്മൾ എല്ലാ ആഴ്ചയും പോകില്ല. അപ്പോൾ ഈ 50 കൊല്ലമായിട്ട് പായൽ വാറുന്നുണ്ട്. ആ സംഘടനയുടെ പേരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില സംഘടനകളുടെ പായൽ വാരാൻ വേണ്ടി മാത്രമുണ്ട് ആലപ്പുഴ. അവരെപ്പോഴും ഈ തോട്ടിലെ പായൽ കൊട്ടേഷൻ എടുക്കും, വാരിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഒരു ആണ്ടി 2 പ്രാവശ്യം വാരും. 2 പ്രാവശ്യം വാരി അതാരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ വല്ല മലമ്പാമ്പ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് തല്ലിക്കൊന്ന് ഈ ഫേസ്ബുക്കിലിടുമ്പോൾ അയ്യോ മലമ്പാമ്പെന്ന് പറഞ്ഞാൽ ആൾക്കെല്ലാം കൂടി കയറി നോക്കി പായൽ വാരിക്കാണ് പരിപാടിയെന്ന്. ഇത് 50 കൊല്ലമായി തുടങ്ങിയിട്ടേ. ആലപ്പുഴ തോട്ടിൽ ഇപ്പോഴും പായൽ നിറഞ്ഞ് കിടപ്പുണ്ട്. ഈ സാധനം വാരി തീരത്തില്ല. ലോക അവസാനം വരെ ആലപ്പുഴ തോട്ടിൽ പായൽ വാരും, പക്ഷേ തീരത്തില്ല. എന്താ കാര്യം? അതുകൊണ്ട് ജീവിച്ച് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. എന്താ കാര്യം? ഇവർ പായൽ വാരിയിട്ട് ഏതെങ്കിലും മൂലക്ക് ഒരു 5-8-10 പായലിട്ടേക്കും. അധികമൊന്നും ഇടത്തില്ല. ഒരു മറയത്തൊരു 10 പായൽ, അത്രേ ഉള്ളൂ. എല്ലാ ആൾക്കാരും നോക്കും മൊത്തം വാരിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു മറയത്തെ പാലത്തിൻ്റെ അടിയിൽ ഒരു 10 പായലിട്ടേക്കും, ആരും കാണാതെ. ആ സാധനം അവിടെ കിടന്ന് 6 മാസത്തിൽ വളരുമെന്ന് ഇവർക്കറിയാം. പിന്നെയും വാരേണ്ടി വരും. അത് മുനിസിപ്പാലിറ്റി നിന്റെ കാശ് വാങ്ങിക്കുക, അങ്ങനെ ജീവിച്ചു പോകാം. 10 പായൽ. ഈ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് ആഫ്രിക്കൻ പായൽ വാരണ പോലെ ഒരു ഏർപ്പാടാണ്.
നമ്മൾ എങ്ങനെ കുമ്പസാരിച്ചാലും എങ്ങനെ വിശ്വസിച്ചാലും പ്രാർത്ഥിച്ചാലും അവിശ്വാസത്തിനൊരു 10 പായൽ അവിടെ കിടക്കും. അത് ദൈവത്തോട് തന്നെ പറയണം വെളിപ്പെടുത്തി തരാൻ. അവിശ്വാസത്തിൻ്റെ 10 പായൽ. ഈ സാധനം 6 മാസം കൊണ്ട് വളർന്ന് നമ്മുടെ ജീവിതം മൊത്തം അവിശ്വാസമാക്കിയെടുക്കും. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞത്, ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 27 കൊല്ലമായിട്ട് ഇവർക്കൊരു നടുവേദന ഉണ്ടായിരുന്നു. ഈ നടുവേദന കൊണ്ട് ഒന്നാമത്തെ ഇവരുടെ വീട് കുറുമ്പ്രാടാണ്. എങ്ങനെ അപ്പോൾ അവരുടെ പള്ളിയിലോട്ട് പോകണമെങ്കിൽ മേലോട്ട് കയറി പോകണം. അപ്പോൾ ഈ നടുവിന് ഇങ്ങനെ പൊട്ടണ പോലെ വേദനയുള്ള ആൾക്കാർക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. എന്നാലും പാവപ്പെട്ടവർ നടുവേ കൈ കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് കയറി പോകും കുർബാനക്ക്. അപ്പോൾ ഇത് ഉടമ്പടി എടുത്തെങ്കിലും വേദനയ്ക്ക് വലിയ കുറവൊന്നുമില്ല. അപ്പോൾ വേദനക്കൊന്നും കുറവില്ലാതെ ഇരിക്കുമ്പോൾ ഇവർ ദിവസം കിടപ്പായിപ്പോയി. എന്നാലും ഉടമ്പടിയുടെ കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വേദനയ്ക്കൊരു കുറവുമില്ല. അപ്പോൾ വേദനക്കുറവില്ല വന്നപ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പിന്നെ അവർ വാഷ്റൂമിൽ പോണവരെ ഇഴഞ്ഞാണ് പോകണം, നിരങ്ങി. ആരും ഉണ്ടായില്ലെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ടാണ് നിരങ്ങി പോവുകയാണ്. ഇതൊരു കഷ്ടം നോക്കി. അപ്പോഴും ഇവർ ഉടമ്പടി തന്നെ ജീവിക്കണമെന്ന് ഓർക്കണം. ഇങ്ങനെ നിരങ്ങി പോകുമ്പോഴും വാഷ്റൂമിലേക്ക് നിരങ്ങി പോകേണ്ടി വരുമ്പോഴും അവർ ഉടമ്പടിയോട് വിശ്വസ്ത കാണിക്കുന്നുണ്ട്. ഉടമ്പടി കുറച്ച് കഴിയുമ്പോൾ ഭർത്താവിനെ വിളിക്കും, എടോ എനിക്ക് തീരെ പയ്യ കേട്ടാ. അപ്പോൾ ഈ നിരങ്ങിയാണല്ലോ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഭർത്താവിനെ വിളിക്കും, എടോ എനിക്ക് തീരെ വയ്യ കേട്ടാ. അപ്പോൾ ഭർത്താവ് പറയും ഇത്തിരി നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്നാലും ഞാൻ തിരക്കാണ് ജോലിക്ക്, ഞാൻ എളുപ്പം വരാമെന്ന് പറയും. പക്ഷേ എളുപ്പം വരാമെന്ന് പറഞ്ഞെങ്കിലും പുള്ളിക്കാരൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് ആ ജോലിയെല്ലാം തീർത്ത് വരുമ്പോൾ രാത്രി 11 മണിയാവും. അപ്പോൾ രാത്രി എന്നാൽ നമുക്ക് പോയേക്കാന്ന് പറയുമ്പോൾ പറയും ഇനിയിപ്പോൾ പോയിട്ട് കാര്യമില്ല, നല്ല ഡോക്ടർമാരും ഉണ്ടാകത്തില്ലെന്ന് പറയും. ഇവർ നേഴ്സാണല്ലോ, രാജ്യത്തിലെ കാര്യം അവർക്കറിയാം. അതുകൊണ്ട് രാത്രി 11 മണി കഴിഞ്ഞാൽ നല്ല ഡോക്ടർമാരും ഉണ്ടാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹൗസ് സർജൻസിലുള്ള ആൾക്കാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അത് അറ്റൻഡ് ചെയ്യണതിന് വലിയ അനുഗ്രഹമാണ് കേട്ടോ. അവരെ കുറച്ചാക്കി പറയല്ല. ഞാൻ ഒരുത്തന് എൻ്റെ കൂടെ നിന്നാൻ ഒരുത്തൻ വെള്ളം അടിച്ച് ഉറങ്ങാപ്പന്ത് തിന്ന്. ഞാൻ ശാന്തമ്പാറ ധ്യാനിപ്പിക്കാൻ പോയിരിക്കുകയായിരുന്നു. ശാന്തമ്പാറയെ ധ്യാനിപ്പിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ വണ്ടി ഓടിക്കുന്നതിനെ കാണാനില്ല. മനോജല്ല കേട്ടോ, വേറെ ഒരുത്തരുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്നതിനെ കാണാനില്ല. അപ്പോൾ അവരെ കൊണ്ട് രാത്രി ടോർച്ചും തിരക്കി ഞാൻ എല്ലായിടത്തും നടക്കുകയാണ്, എൻ്റെ പേരും വിളിച്ചുകൊണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ എന്നാലും ഇവൻ്റെ വീട്ടിൽ ഞാൻ വേറെ കൈക്കാരനെ വിട്ടിട്ട് ആളെ വിട്ട് ഇപ്പോൾ വീട്ടിലുണ്ടെന്ന് വെക്കാൻ വീട്ടിലില്ല. തിരിച്ചപ്പോൾ അപ്പോൾ എൻ്റെ പേടി കൂടി, കാര്യം രാത്രിയായി വരികയാണ്, ഇത് കാണാനില്ല. തിരക്ക് വന്നപ്പോൾ പാരിഷ് ഹോൾ അടച്ചിട്ടിരിക്കുകയാണ്. പാരിഷ് ഹോളിൻ്റെ ഇടയ്ക്കൊരു വാല് തുറന്നിട്ട് ഞാൻ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഇവൻ കവന്ന് കിടപ്പുണ്ട് അവിടെ. ഞാനിവിടെ ചവിട്ടിപ്പൊടിച്ച് അകത്ത് കയറി. ഞാനും വേറെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വളരെ വിശ്വസ്തനായിട്ടുള്ള. അപ്പോൾ അപകട മേഖലയായ കാരണം ഞാൻ ഒരാളെ കൂടി കൂട്ടിയിട്ട് ചവിട്ടിപ്പൊടി ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഇവൻ കവന്ന് കിടപ്പോൾ എനിക്ക് മനസ്സിലാക്കി നോക്കിയപ്പോൾ ഈ തണിക്കപ്പന്ത് കഴിച്ച സാധനങ്ങളെല്ലാം അകത്ത് അവിടെ കിടപ്പുണ്ട്. അപ്പോഴത്തേക്കും സംഭവം കഴിച്ചാൽ അവിടെ ഞാൻ ഉടനെ പോക്കറ്റ് എല്ലാം പരിശോധിച്ചിട്ട് വല്ല ചരമക്കുറിപ്പോ വല്ല ഉണ്ടാകുന്ന നോക്കി. അപ്പോൾ കുറിപ്പ് കിട്ടി, അത് ഞാൻ എൻ്റെ കസ്റ്റഡിയിലാക്കി. കാര്യം ഇതിലെ വെച്ചാൽ കളി കളിക്കാൻ പോകണം ആൾക്കാർ, അതെനിക്കറിയാം, മനസ്സിലായി. ഇവർ എഴുതി വെച്ച സാധനം എൻ്റെ കയ്യിൽ കിട്ടി, അത് ഞാൻ വായിച്ചു നോക്കി. അല്ലെങ്കിൽ അത് ഞാൻ പ്രതിയാകുമല്ലോ അവസാനം. ഞാനിവിടെ ഇല്ലായിരുന്നു, അത് വേറെ വിഷയം. പക്ഷേ എന്നാലും സംഗതി രൂക്ഷമായ ഒരു അന്തരീക്ഷമാണ്. ഞങ്ങൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ അറ്റൻഡർ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞ്, ഡോക്ടറെ ഇതാണ് സംഭവം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ആൾക്കാരെ വിളിച്ചു കൂട്ടി വലിയൊരു ഓസില്ലേ, നമ്മുടെ പെട്രോൾ പമ്പിൽ അടിക്കണ ഓസില്ലേ, അത്ര ഓസ് കൊണ്ടുവന്ന് ഇവൻ്റെ വായി കുത്തി കയറ്റി. ഒരു ബോധമില്ലല്ലോ. എന്നിട്ട് മോട്ടർ വെച്ച് അടിച്ചിട്ട് വെള്ളമെല്ലാം കൂടി കയറ്റിയിട്ട് ഇവനെ ഇട്ടുകൊണ്ട് അടുപ്പിച്ച് അതിനകത്ത് വയറ്റിലുണ്ടായിരുന്ന മൊത്തം സാധനം പുറത്തെടുത്ത്. അപ്പോൾ ഇതിൻ്റെ പൾസെല്ലാം പോയി. പിന്നെ ഞാൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് 72 മണിക്കൂറെന്ന് പറഞ്ഞു. ഇപ്പോൾ 72 മണിക്കൂറിന് ഞാൻ കൊന്തേഞ്ചേരി ഇരിക്കുക. 72 മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിക്കുള്ളിൽ സർവ്വയിൽ ആൾ ചത്തുപോകും. കാര്യം ബ്ലഡിലേക്ക് വിഷം നല്ല ശരിക്ക് കയറി. ഇപ്പോൾ കൊന്തേലി ആയാലും ആളെ പൊക്കിയെടുത്ത് ആളെ പൊക്കിയെടുത്ത് ആളെ വീട്ടിൽ കൊണ്ടുവന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൽക്കാലം അവിടെ നിർത്തുന്നു. പക്ഷേ ഈ ആൾ അന്ന് ജവമാല കയ്യിലുണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ 72 മണിക്കൂറിൽ പൾസെല്ലാം പോയിരുന്ന ആളാണ്, സീറോ പൾസിൽ പോയ ആളാണ്. ആളെ പൊക്കിയെടുത്ത്. അത് നമ്മുടെ ഈ വിശ്വാസം എന്ന് പറയുന്നതും അതുപോലെ ഇതുപോലെയുള്ള സമയങ്ങളിൽ ആണ് നമ്മുടെ വിശ്വാസം നമ്മളെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയും പ്രാർത്ഥന പ്രയോഗിക്കാൻ വേണ്ടിയും ദൈവം തരുന്ന സമയമാണ്. അതൊന്നും പതറേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളേണ്ടി വരും. എവരിത്തിങ് ഒരു കാര്യമില്ല. അവന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. ഫുട്ബോൾ കളിയിൽ അടിയുണ്ടായപ്പോൾ പോലീസുകാരെ അവിടെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഇവൻ ഓടി എൻ്റെ പാരഷൂട്ടിൽ വന്നിരുന്ന്. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ വന്നു വെച്ചാൽ അവനോട് പറഞ്ഞ് ചേട്ടാ ഈ മാങ്ങ കിടക്കണ്ടല്ലോ, 2 മാങ്ങ എറിഞ്ഞ് തരുവാന്ന് ചോദിച്ചു. അത്രയുള്ള സംഭവം. അവന് മാങ്ങ എറിഞ്ഞപ്പോൾ വീണത് ഉതളങ്ങയാണ്. അത് ഉതളങ്ങയും മാങ്ങയും ഒരുമിച്ച് കിടക്കുകയെന്ന് അവിടെ 2 ഉതളവും മാവും ഒരേ പ്രലോഭനം തന്നെ വഴികളെ. അതായത് ഇതാണ് ജീവിതം എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല.
ഇപ്പം നോക്കിയാൽ ഒരു സ്ഥലത്ത് ഉതളവും നിൽക്കണം, അതിൻ്റെ അരിയിൽ തന്നെ മാവും നിൽക്കണം. പൂത്തപ്പം മാങ്ങായും ഉതളങ്ങായും രണ്ടും ഒരുമിച്ച് വന്ന് മുകളിൽ കിടക്കണം. പിള്ളേർ ചോദിച്ചത് മാങ്ങ. അത് പിശാചാണ് ആ കുഞ്ഞുങ്ങൾ, നമുക്കറിയത്തില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവന് എറിഞ്ഞ ഉടനെ മാങ്ങ വീണില്ല, ഉതളങ്ങ വീണ്. പിള്ളേരെ പോകുകയും ചെയ്ത് ഉതളങ്ങ ഇവരെടുത്ത് തിന്നുകയും ചെയ്തു. ഇവരെന്തുകൊണ്ട് ഉതളങ്ങ തിന്നെന്ന് ഇന്നും അറിയത്തില്ല. ഇവർ എന്തോ മനപ്രയാസങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാൻ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ വേണം. നല്ല പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ കണ്ട, ഞാൻ ഈ പറഞ്ഞ കഥ കണ്ട, ഇത് കഥയല്ലല്ലോ, ഇത് ജീവിതത്തിൽ സംഭവിച്ച കാര്യമല്ല ഇത്. അപ്പം നമുക്ക് അതുകൊണ്ടാണ് എപ്പോഴും ഈശോ പറയും, നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവേൻ എന്ന് ഈശോ അല്ലേ. അതായത് നിങ്ങൾ വല്ലപ്പോഴും കൂടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവേൻ. ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം അതാണ്. അതായത് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മുടെ കണ്ണീ കൊള്ളാനുള്ളതെല്ലാം പിരികത്ത് കൊണ്ടുപോകും. ഈ ലോകത്ത് ഇങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. അത് പിശാചാകാം, അല്ലെങ്കിൽ അല്ലാത്ത വിഷയമാകാം. എനിവേ നമ്മൾ പെട്ടുപോകുന്ന സാഹചര്യം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് അവിടെയെല്ലാം നമ്മൾക്ക് ദൈവം നമ്മളെ സഹായിക്കണമെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾക്ക് നല്ല ബന്ധമുണ്ടാകണം. അപ്പോഴേ ഇപ്പോൾ ഈ വിഷയം ഉണ്ടായപ്പോൾ നമുക്ക് ബന്ധം ഉണ്ടായിട്ട് കാര്യമില്ല. വിഷയത്തിന് മുമ്പേ തന്നെ നമുക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കാനും പോകാനുള്ള വഴികൾ പറഞ്ഞു തരും. ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഇടവകയെ പണ്ടുണ്ടായിരുന്ന എനിക്ക് ചോറ് കൊണ്ടുവന്ന് തരുന്ന വീട്ടിൽ, എനിക്ക് ഇടയ്ക്ക് ഭക്ഷണം കൊണ്ടു തരുന്ന വീട്ടിൽ കുഞ്ഞായിരുന്ന ഒരാളാണ് ഇപ്പോൾ ഡോക്ടറായിട്ട് അവിടെ ഇരുന്ന ആ സമയത്ത്. അവൻ ആ സമയത്ത് രാത്രി എനിക്ക് പരിചയമുള്ള ആളെ വെച്ചുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ദൈവത്തിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും നമ്മൾക്ക് വേണ്ടി ദൈവം അത് ക്രമീകരിച്ച് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ മാർഗം വഴി കാണിച്ചു തരും. കൈയടിച്ച് കർത്താവേ അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വിശ്വാസത്തിനുള്ളിലുള്ള അവിശ്വാസമാണ് സബ്ജക്റ്റ്. ഇപ്പം നമ്മൾ എത്ര വിശ്വാസിയാണെന്ന് പറഞ്ഞാലും അവിശ്വാസത്തിൻ്റെ 2-3 ബാക്ടീരിയ അവിടെ ഉണ്ടാകും. ഇത് കണ്ടെത്താൻ ദൈവം നമ്മളെ സഹായിക്കും. ശരിക്കും നിൻ്റെ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ട വിധം പ്രവർത്തിക്കാൻ പറ്റണില്ലെന്ന് കണ്ടാൽ എവിടെയാണ് ഈ അവിശ്വാസത്തിൻ്റെ ബാക്ടീരിയ കിടക്കണം നോക്കണം. രശ്മി തോമസ് എന്ന് പറയുന്ന ആൾ ഒരു കറക്റ്റ് ലേഡിയാണ്. അവർ ദൈവമായിട്ട് നല്ല റിലേഷൻസ് ഉള്ളതാണ്, പക്ഷേ അവിശ്വാസം അവർക്കുണ്ട്. എന്താ അവരുടെ അവിശ്വാസം എന്ന് പറയണത്? അവർ നടുവിനെ ഇങ്ങനെ ഇത്രയും തലകുത്തി പൊട്ടിപ്പോണ വേദനയായി 10-20 കൊല്ലമായിട്ട് അനുഭവിച്ചെങ്കിലും ഉടമ്പടി എടുത്തിട്ട് ആരോടാ പറയണത്? നമുക്ക് ഉടമ്പടിയിൽ അവർ ഇഴഞ്ഞല്ലേ ബാത്റൂമിൽ പോണത്, തിരിച്ച് ഇഴഞ്ഞ് വന്നിട്ടല്ലേ ഭർത്താവിനെ വിളിക്കണത്. ഭർത്താവിനെ വിളിക്കണത് എന്തിനാണ്? നമുക്ക് ആശുപത്രി പോകാമെന്നല്ലേ പറയണത്. അപ്പോഴും ഉടമ്പടി തൈലം അവിടെ ഇരിപ്പുണ്ടല്ലോ, അതാണ് വിഷയം. അപ്പോഴും ഉടമ്പടി തൈലം അവിടെ ഇരിപ്പുണ്ടല്ലോ, അതിനെക്കുറിച്ച് അവർക്ക് ചിന്തയില്ലല്ലോ. അതാണ് ഒരു അവിശ്വാസം എന്ന് പറയണത്. വിശ്വാസമുണ്ട്, പക്ഷെ അവിശ്വാസമുണ്ട്. നമുക്കറിയത്തില്ല. അവർ ഭർത്താവ് വന്ന് രാത്രി വന്ന് ഇനി പോയാൽ നല്ല ഡോക്ടർമാരും കിട്ടാത്തില്ല, രാത്രിയല്ല രാവിലെ പോകാമെന്ന് വിചാരിച്ചു. രാവിലെ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവർക്കൊരു ബോധം വന്നത്. എന്താണ്? എന്തുമാത്രം സാക്ഷ്യം ഞാൻ കേൾക്കണം ഉടമ്പടി തൈലത്തിൻ്റെ. അതെൻ്റെ വീട്ടിലുണ്ട്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പണ്ടാര വിശ്വാസം ഉടമ്പടിയിൽ. കാര്യം അതുങ്ങൾക്ക് ഓരോ രോഗവും ജലദോഷം പനിയൊക്കെ വരുമ്പോൾ അതുങ്ങൾ തന്നെ എടുത്ത് തേക്കണം ഉടമ്പടി തൈലമാണ്. അപ്പോൾ അതുങ്ങൾ സ്വന്തമായിട്ട് വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അവർക്ക് അതിലൂടെ കിട്ടിയ അനുഭവങ്ങൾ കാരണം വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ചുറ്റവട്ടങ്ങളൊക്കെ ഉള്ള തനിക്ക് എന്തുകൊണ്ട് ഉടമ്പടി തൈലം തേക്കാൻ പാടില്ല എന്നാണ് ഇവർ ഈ നേഴ്സിംഗ് പ്രൊഫസർ ചിന്തിക്കുന്നത്. അവരോട് രാവിലെ എടുത്തിട്ട്, അപ്പോൾ അവർക്ക് ബോധം വന്നത്, അവർ ഉടനെ എടുത്തിട്ട് ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വാസപ്രമാണം തെല്ലി അവിടെ 27 കൊല്ലമായിട്ട് പൊട്ടിപ്പോടാൻ പോകുന്ന നടുവേൽ വിശ്വാസപ്രമാണം തെല്ലി തേച്ച് ആ സെക്കൻഡിന് അവിടെ വേദന പോയിട്ട് ഇന്നും വന്നിട്ടില്ല. വേദന അവിടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. സാക്ഷ്യം എന്താ വെച്ചാൽ വിശ്വാസത്തിൻ്റെ ഉള്ളിലെ അവിശ്വാസമാണ് നമ്മുടെ സബ്ജക്റ്റ്. വിശ്വാസത്തിൻ്റെ ഉള്ളിലെ അവിശ്വാസം എന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമുണ്ട്, എന്നാലും നമ്മൾ അറിയാത്ത അവിശ്വാസം എവിടെയോ കിടപ്പുണ്ട്. അത് നിങ്ങൾ ഇടയ്ക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസത്തിന്റെ ഉള്ളിലെ പലപ്പോഴും അവിശ്വാസം കണ്ടെത്തുന്നുണ്ട്. എനിക്കത് മനസ്സിലാവണില്ല. എൻ്റെ അവിശ്വാസത്തിന്റെ ധാരകളെ തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. അവിശ്വാസത്തിൽ കുറഞ്ഞ്
അവിശ്വാസത്തിൽ കുറഞ്ഞ വിശ്വാസത്തിൽ ഉയർന്ന എന്നെ ഉടമ്പടിയുടെ പുത്തൻ സാക്ഷിയാക്കി മാറ്റണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശ്വാസത്തിൽ എന്നും മുന്നേറിയ വിശ്വാസത്തിൽ എന്നും മുന്നേറിയ വിശ്വാസത്തിൽ ഒന്നും അസാധ്യമായി എന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായി എന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. വിശ്വാസത്തിൽ എന്നും മുന്നേറിയ വിശ്വാസത്തിൽ ഒന്നും അസാധ്യമായ എന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇങ്ങനെ അവസാനത്തെ അവിശ്വാസത്തിൻ്റെ രൂപികളെ നമ്മൾ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും നമ്മുടെ പുരോഗതി എന്ന് പറയുന്നത്. ഇവർ ശരിക്കും പറയാം റിട്ടയർഡ് ഹാൻഡ്സാണ്. ഒമാനിൽ നിന്ന് അവിടെ ജോലിയും കഴിഞ്ഞ് വന്നിരിക്കുന്നവരാണ്. പക്ഷെ സ്വാഭാവികമായിട്ട് അവർ അമ്മയോട് ചോദിച്ചു, അമ്മേ അവർക്ക് ജോലി ഇപ്പോൾ നടുവിൻ്റെ വേദനയൊക്കെ മാറി എല്ലാം ഓക്കെ ആയി. അവർ ചോദിച്ചത് എനിക്ക് അടുത്തൊരു ജോലി വേണമെന്ന് പറഞ്ഞു. അടുത്തൊരു ജോലി. നമ്മൾ ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോദിക്കണത് എല്ലാം ദൈവം തരും. കാരണം അത് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുക. എടുത്ത ആ വചനം എടുത്ത 15:7 ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവർ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളാനല്ലേ മെസ്സേജ്, അത് വാഗ്ദാനമാണേതേ. ഇവരുടെ അവിശ്വാസത്തിൻ്റെ അവസാനത്തെ ബാക്ടീരിയയും കഴിഞ്ഞ് പോയപ്പോൾ ഇവർ ഓക്കെ ആയി. പിന്നെന്താ ഇവർ ചോദിക്കണത്? ഇവർ 10 ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് ഇവർക്ക് ജോലി വേണം. അത് ചോദിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഇങ്ങോട്ട് വിളിച്ച് ഒരു CV കൊടുക്കാൻ ഇങ്ങോട്ട് വിളിച്ച് അവർ അപ്പോയിൻ്റ് ആയി. പെട്ടെന്ന് ആ സംഭവം. പിന്നെ അവർ പറഞ്ഞത് എൻ്റെ വീട് പഴയതാണ്, എൻ്റെ വീട് പുതുക്കി തന്നെ. ആ പുതിയ വീടായി. അതെല്ലാം 6 മാസത്തിനുള്ളിൽ സംഭവിക്കുകയും. പിന്നെ അവർ പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ 25 കൊല്ലമായിട്ട് വണ്ടി ഓടിച്ച്, പണ്ട് 25 കൊല്ലം മുമ്പ് ലൈസൻസ് എടുത്തതാണ്, പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയമാണ്. ലൈസൻസ് ഉണ്ട്, പക്ഷേ അപ്പോൾ അത് ക്യാൻസലായി പോയി കാണും. പക്ഷേ ലൈസൻസേ ഉള്ളു, വണ്ടി ഓടിക്കാൻ ഭയമാണ്. ഇപ്പോൾ അമ്മയോട് പറഞ്ഞ, അമ്മ എനിക്ക് എപ്പോഴും ഇങ്ങനെ എൻ്റെ ഭർത്താവാണ് കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കണത്, ജോലിക്ക് കൊണ്ടുപോകണത്, പിന്നെയും കൊണ്ടുവരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയവും എൻ്റെ സമയം തോന്നി ഒക്കണില്ല. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിലെ അടുത്തൊരാൾ വന്നിട്ട് വണ്ടി പഠിപ്പിച്ച് 2-3 ദിവസത്തിനുള്ളിൽ ഇവരുടെ ഭയമെല്ലാം മാറി. ഇപ്പോൾ അവർ കോട്ടയത്ത് നിന്ന് സ്വന്തം വണ്ടിക്കാണ് അവരിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഒരാളിൻ്റെ ജീവിതം ഇങ്ങനെ മാറണം കണ്ട, എത്ര പെട്ടെന്നാണ് മാറണം നോക്കി. എന്തുകൊണ്ടാണ് ഇവർ ചോദിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവം അതാ 15:7 പറയണത്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് പറയണത്. അതാണ് വിഷയം, അത് സത്യമാണത്. അതനുസരിച്ചിട്ടാണ് എന്തൊരു മാറ്റമാണ് നോക്കിയേ ഒരാളിൽ തന്നെ ഉണ്ടാകുന്ന. ഈ റിട്ടയർഡ് ഹാൻഡ്സ് എന്ന് ഓർക്കണം, ഇവർ പ്രവാസികളുടെ തിരിച്ചു വരവാണ്. തിരിച്ചു വന്ന പല പ്രവാസികൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറഞ്ഞ വിഷമിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇവരുടെ ഈ ഉണക്ക കമ്പ് പോലെ ഇരിക്കുന്ന ബദാം കായ്ച്ച് നിൽക്കുന്നത്. നമ്മുടെ ഉടമ്പടി പച്ചത്തിരി കത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഒത്തിരി മനുഷ്യരുടെ കരിഞ്ഞ പ്രതീക്ഷകൾ പച്ച പിടിച്ച് ബദാം കായ്ച്ച് നിൽക്കുമെന്നാണ് ഉടമ്പടി ആദ്യം തന്നപ്പോൾ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പച്ചത്തിരി നിങ്ങൾ കത്തിക്കുന്നത്. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇത് കേൾക്കുന്ന എല്ലാവരുടെയും കരിഞ്ഞുപോയ ജീവിതം കർത്താവേ നിറയെ പുഷ്പിക്കാനും ഇലച്ചിലുണ്ടാകുവാനും ഞങ്ങളെ ഉടമ്പടിയുടെ പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യ
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താഴ്വണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും
സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചെയ്ത് പാടാം. ഇന്നതല്ല ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാം സ്തുതി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ പ്രത്യേകമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള ഹല്ലേലൂയ 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 ഈശോയെ ആരാധന ഈശോയെ മഹത്വം 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 ഹല്ലേലൂയ 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 വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനത്തിലെ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയാണ് ശരീരവേദനയുള്ള സ്ഥലത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അനേകം ആൾക്കാർ അതിൻ്റെ പേരിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ എസ്മി തോമസിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. അവിടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് പ്രൊലാപ്സാണ്, യൂട്രൽ പ്രൊലാപ്സ്, ഗർഭപാത്രം ഇറങ്ങി വരുന്ന നല്ല രോഗമാണ്. അപ്പോൾ ഇവർ ഈ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, ധ്യാനത്തിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ധ്യാനത്തിൽ പറയുന്നുണ്ട്, യൂട്രൽ പ്രൊലാപ്സ് ഉള്ള ഗർഭപാത്രം ഇറങ്ങി വരുന്ന ആൾക്കാർ വയറ്റിൽ കൈവെക്കാൻ പറയുന്നുണ്ട്. ആ സെക്കൻഡ് ഒരു വയറ്റിൽ കൈവച്ചുകൊണ്ട് വിശ്വപ്രമാണം ചെല്ലും. അപ്പോൾ മാസങ്ങളായി നിൽക്കുന്ന യൂട്രസിൻ്റെ ഇറക്കം എന്ന രോഗം അതിനാലെ സ്റ്റോപ്പാകും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കണമെന്ന് ആദ്യം ബോധം വേണം. അതിനെ കുളിക്കുമ്പോൾ സോപ്പ് ചേക്കണ പോലെ അവിടെ ഇവിടെയും കൈവച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ യേശു നാമത്തിലാണ് കൈവെക്കണം എന്ന് ഓർക്കണം. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കൈകൾ, പല സ്ഥലത്ത് രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റി വെക്കാം. പക്ഷേ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. വിശ്വാസപ്രമാണം അറിയാത്തവർ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഉദരവേദന അനുഭവിക്കുന്നവരുടെ ഉദരങ്ങളെ കർത്താവേ, നിന്റെ ആണിപ്പെടുത്താറുന്ന വലതുകരം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്വാസകോശ രോഗികളെ, നിങ്ങൾക്ക് രോഗങ്ങളില്ലെങ്കിൽ, നിങ്ങളുടെ മക്കൾക്കാണ് രോഗങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലാണ് രോഗങ്ങളുണ്ടെങ്കിൽ, ആ വീട്ടിലുള്ള രോഗം എവിടെയാണ് ഉള്ളത് അവിടെ വയറിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. കർത്താവേ, ശിരസിൻ്റെ വേദനയുള്ളവരെ, ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ ഉള്ളവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം അനുപ്രധാന അത്ഭുത കരുത്താൽ ക്യാൻസർ രോഗങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറി കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ്, നടുവേദനക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, കർത്താവ് വാദരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സർവാംഗം വാദമുള്ളവരെ കൈ പിണത്തി വെച്ചുകൊണ്ട് സ്വസ്തികയായിട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, ത്വക്ക് രോഗികളെ, കരള് രോഗികളെ, ഗർഭാശയ രോഗികളെ, ട്രാൻസ്ലേറ്റിൻ്റെ അസുഖങ്ങളുള്ളവരെ, തൈറോയ്ഡ് രോഗികളെ, കഴുത്തിന് അസുഖമുള്ളവരെ, കർത്താവിൻ്റെ തിരുനിർമ്മാണം വലതുകരം ആണിപ്രധാന അത്ഭുതകരം അടിപ്പിണ പോലെ വൈദാക്കാമ ദൈവികമായ ശക്തിയാൽ മാർഗരോഗങ്ങൾ തീരാ വേദികൾ യേശുക്രിസ്തു നാമത്തെ മാറിപ്പോകൊണ്ടെന്ന് കൽപ്പിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. മക്കളെ, മുട്ട നിൽക്കുക. ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്വന്തമായിട്ട് ശിരസിൽ കൈവെക്കണം. കർത്താവ് നിങ്ങളുടെ അനുഗ്രഹിക്കേണ്ട സമയമാണ്. റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരീക്ഷ PSC പരീക്ഷ എഴുതിയിട്ടുണ്ട്, BTUP എക്സാം എഴുതിയിട്ടുണ്ട്, മറ്റ് പലതരത്തിലുള്ള VFSന് പറ്റുന്ന എല്ലാ പരീക്ഷകളും എഴുതിയിട്ടുള്ളവരുണ്ട്. വിദേശ രാജ്യങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള പരീക്ഷ എഴുതിയിട്ടുള്ളവർ, ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പരീക്ഷ എഴുതിയിട്ടുള്ളവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഭവനരഹിതര്, വഴിയില്ലാത്തവർ,
ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കുടുംബമില്ലാത്തവർ, ഭർത്താവും ഭാര്യയും വേർപിരിഞ്ഞ് താമസിക്കുന്നവർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, സർവ്വവിധ തിന്മകളും എല്ലാ തരത്തിലുള്ള വിഷമതകളും യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കൽപ്പിക്കുന്ന ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ. കൈകൾ കൂപ്പി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാ ദിവസവും ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇനി അച്ഛനെ കാണുമെന്ന് ചില കാര്യങ്ങളുണ്ടാകുമ്പോൾ അച്ഛനെ കണ്ടേ മതിയാവൂ എന്നുള്ളവർ വരികയാണെങ്കിൽ അവർ വെറുതെ വരരുത്. അച്ഛനുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഓഫീസിൽ വിളിച്ച് ചോദിക്കണം. അത് 1-2 ദിവസം മുമ്പ് വിളിച്ച് ചോദിക്കണം. കാരണം ഞാൻ ഈ ആഴ്ച 1-2 ദിവസം ഉണ്ടാകത്തില്ല ഈ ദിവസങ്ങളിൽ. അപ്പോൾ അത് ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ വിളിച്ച് ചോദിക്കണം. അച്ഛനെ കാണാൻ നിർബന്ധമായിട്ട് വന്നിട്ടുള്ളവരെ നിങ്ങൾ വിളിച്ച് ചോദിക്കണം. 9447285400 ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിപ്പോൾ രാവിലെ 8 മണി മുതൽ ആ നമ്പറിൽ വിളിക്കാൻ പറ്റും. വൈകുന്നേരം 5:30 മണി വരെ വിളിക്കാൻ പറ്റും. ഇപ്പോൾ അച്ഛനെ തന്നെ കാണണമെന്ന് നിർബന്ധമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് വെച്ചിട്ട് മാത്രമേ വരാവൂ. മറ്റു ഉടമ്പടി പുതുക്കാൻ എടുക്കാനുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും വരാം. ഇപ്പോഴും മെയ് മാസ സമയമാണ്. മാതാവിൻ്റെ വണക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങൾ അധികരിച്ചുകൊണ്ട് അവരുടെ പേരിൽ വണക്കം നടത്തുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുടെ പേരിൽ വണക്കം ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. സിസ്റ്റർമാരെ ശുശ്രൂഷയ്ക്ക് ആവശ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. 2 സിസ്റ്റർമാരുടെ ഒഴിവുകളുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളവർ കൃപാസനത്തിൽ വന്ന് താമസിച്ച് ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാനേജറുമായിട്ട് കണ്ട് സംസാരിക്കാവുന്നതാണ്. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ